ഹലോ, എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസാണ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ ഒന്ന് കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചേന ഉപയോഗിച്ചുകൊണ്ട് ഒരു പക്കോട അല്ലെങ്കിൽ ഒരു സ്നാക്കാണ്. അതിനാവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ദയവായി ചെക്ക് ചെയ്യുക. പക്കോട ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ പറയാം. ചേന ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്, ഏകദേശം 1 കപ്പ്. തേങ്ങ ചിരകിയത്, കപ്പലണ്ടി, വറുത്ത കപ്പലണ്ടിയാണിത്. പിന്നെ ചുവന്ന മുളക് 3 മഞ്ഞപ്പൊടി, പെരിഞ്ചീരകം. ഇവിടെ കടലമാവ്, കരിവേപ്പില അരിഞ്ഞത്, മല്ലിയില അരിഞ്ഞത്, സവാള അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സിയിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊരു റഫായിട്ടുള്ള ഒരു പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അരച്ചിട്ട് തിരിച്ചു വരാം. കുറച്ച് തരിതരിയായിട്ട് ഞാൻ ഈ മസാല അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടലമാവിന്റെ മിക്സ്ചറിലേക്ക് ഇത് ആഡ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പക്കോടയുടെ മിക്സ്ചർ റെഡിയാണ്. ഇനി ഞാൻ കടായിൽ എണ്ണ ചൂടാക്കാൻ വെക്കാൻ പോവാണ്. അടുപ്പത്തൊരു കടായിൽ ഞാൻ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പക്കോട മിക്സ്ചർ ഓരോരോ ഇതായിട്ട് ഇതിലേക്ക് ഇടാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നവരെ ഫ്രൈ ചെയ്യും. പക്കോട ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എളുപ്പത്തിൽ പക്കോടാസ് റെഡിയായി. ഇത് നമുക്ക് ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ കെച്ചപ്പിൻ്റെ കൂടെയോ സെർവ് ചെയ്യാം. കുറച്ച് വ്യത്യാസമുള്ള ഒരു പലഹാരമാണ്. നമുക്ക് ഇത് ചേന നാട്ടിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പോൾ അതുപയോഗിച്ച് ഇങ്ങനെയൊരു ഡിഷ് ഉണ്ടാക്കി നോക്കും. നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ.